ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും ക്രിസ്തയേശുവിലുള്ള പ്രഭാത വന്ദനത്തെ നേരുന്നു. ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ള ഭാഗം യേശുവിൻ്റെ സ്നേഹത്തെ സംസാരത്തിലൂടെ വെളിവാക്കുക. ആധാരവാക്യമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വേദവാക്യം യെശയ്യാവിന്റെ പ്രവചനം 50-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. ഇവിടെ നമ്മളോട് പറയുന്നത് തളർന്നിരിക്കുന്നവനെ നമ്മൾ എന്ത് ചെയ്യുക, പരിചരിക്കുക, അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കുക എന്നൊരു കാര്യമാണ് ദൈവത്തിന്റെ ഇതപ്രകാരം നമ്മളിലൂടെ നടപ്പാക്കപ്പെടേണ്ടുന്നത്. നമ്മളുടെ ചുറ്റുപാടുകളെ നമ്മൾ നോക്കുമ്പോൾ വിഷമിച്ചിരിക്കുന്നവരെയും പ്രതിസന്ധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും നമുക്ക് കാണുവാനിടയാകുന്നുണ്ട്. അവരെ ഉപേക്ഷിക്കാതെ നെഞ്ചോട് ചേർക്കുവാനാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മോട് പറഞ്ഞിരിക്കുന്നത്. തളർന്നിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും നമ്മൾ നോക്കുമ്പോൾ അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർ നേരിടുന്നതായ പ്രശ്നങ്ങളെ കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു ജനക്കൂട്ടത്തിന്റെ ഇടയിൽ നിൽക്കുന്ന സമയത്ത് രക്തസ്രാവം ബാധിച്ച ഒരു സ്ത്രീ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്പർശിക്കുകയുണ്ടായി. ആ ഒരു സ്പർശനത്തിന്റെ അനുഭവത്തിൽ കൂടി തന്നെ ആ സ്ത്രീക്ക് രോഗത്തിന്റെ സൗഖ്യം ലഭിക്കുന്നു. ഇവിടെ നമ്മോട് പറയുന്നത് മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 27-28 വാക്യങ്ങൾ നമ്മോടിങ്ങനെ പറയുന്നു. ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ട് അവന്റെ വസ്ത്രത്തിലെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞു. പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവന്റെ വസ്ത്രത്തിൽ തൊട്ടു. അപ്പോൾ ആ സ്ത്രീയുടെ ഒരു ആകാംക്ഷയാണ്, അല്ലെങ്കിൽ ആ സ്ത്രീയുടെ ഒരു വിശ്വാസമാണ് ഇവിടെ പ്രകടമാക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിനെ നേരിട്ട് കണ്ട് തന്റെ പ്രശ്നങ്ങളെ അവനോട് നേരിട്ട് ബോധിപ്പിക്കുവാൻ സാധിച്ചില്ല എങ്കിലും അവന്റെ വസ്ത്രത്തിൽ തൊട്ടാലെങ്കിലും തനിക്ക് രോഗത്തിൽ നിന്നും പൂർണ്ണമായ ഒരു മോചനം ലഭിക്കുമെന്ന് ആ സ്ത്രീ അഗാധമായി വിശ്വസിക്കുകയാണ്. ഈ പുരുഷാരത്തിന്റെ ഇടയിൽ കൂടി തന്നെ കർത്താവായ യേശുക്രിസ്തു നിൽക്കുമ്പോൾ തന്നെ ആരോ സ്പർശിച്ചു എന്ന ഒരു വിവരം, അല്ലെങ്കിൽ തന്നെ ആരോ സ്പർശിച്ചതിന്റെ അനന്തരഫലമായി തന്റെ ശരീരത്തിൽ നിന്നും എനർജി, അല്ലെങ്കിൽ തന്റെ ശരീരത്തിൽ നിന്നും ശക്തി പുറപ്പെടുന്നതായിട്ട് കർത്താവായ യേശുക്രിസ്തുവിന് മനസ്സിലായി. കർത്താവായ യേശുക്രിസ്തു ഉടനെ ചോദിക്കുകയാണ്, എന്നെ ആരോ സ്പർശിക്കുകയുണ്ടായി, അത് ഞാൻ അറിയുന്നു. ഇവിടെ ഭയന്ന് പറച്ച ആ സ്ത്രീ പറയുകയാണ്, ആ സ്ത്രീ കർത്താവായ യേശുക്രിസ്തുവിനോട് പറയുകയാണ്, ഞാനാണത് സ്പർശിച്ചത്. ഇവിടെ പറയുന്നത് ഇങ്ങനെ: ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടിട്ട് അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞു. പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവന്റെ വസ്ത്രം തൊട്ടു. ഈ സ്ത്രീയെ കണ്ട ഉടനെ കർത്താവായ യേശുക്രിസ്തു ആ സ്ത്രീയോട് പറയുകയാണ്, സ്ത്രീയെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഇവിടെ തീർച്ചയായിട്ടും ഉണ്ടായിരുന്ന ഒരു വിശ്വാസം എന്നത് ആ കർത്താവായ യേശുക്രിസ്തുവിന്റെ വസ്ത്രത്തിലെങ്കിലും തൊട്ടാൽ തനിക്ക് രോഗസൗഖ്യം ലഭിക്കുമല്ലോ. കർത്താവായ യേശുക്രിസ്തു വീണ്ടും ഒരു പ്രത്യേകമാകുന്ന സാഹചര്യത്തിൽ പുരുഷാരത്തിന്റെ ഇടയിൽ നിൽക്കുന്ന സമയത്ത് ഒരു സ്ത്രീയെ ആ കർത്താവായ യേശുക്രിസ്തുവിന്റെ മുൻപിൽ കൊണ്ടുവരികയും അവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് ന്യായവിധി പുറപ്പെടുവിക്കുകയും ചെയ്തു. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 10 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു നിവർന്നു നിന്ന് അവളോട്, സ്ത്രീയെ, അവർ എവിടെ? നിനക്ക് ആരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന്, ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. ഇവിടെ സമൂഹത്തിന്റെ അഴുക്കുചാലിലേക്ക് വീണുപോയ ഒരു സ്ത്രീയെയാണ് പുരുഷാരം കല്ലെറിഞ്ഞ് കൊല്ലുവാൻ വേണ്ടി, ന്യായവിധി നടത്തുവാൻ വേണ്ടി കർത്താവായ യേശുക്രിസ്തുവിന്റെ മുൻപാകെ കൊണ്ടുവരുന്നത്. എന്നാൽ ആ സ്ത്രീയെ സ്നേഹത്തോടെ നോക്കി ആ സ്ത്രീയെ എന്ത് ചെയ്യുന്നു? കർത്താവായ യേശുക്രിസ്തു തന്റെ പാപത്തിൽ നിന്നും മോചിപ്പിക്കുകയാണ്. അവസാനമായിട്ട് ആ സ്ത്രീയോട് ഇങ്ങനെ പറയുന്നു, ഇനി പാപം ചെയ്യരുത് എന്ന്. ഇവിടെ ആ സ്ത്രീയോട് കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ സ്നേഹത്തെ കുറിച്ചാണ് ഇവിടെ വെളിവാക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്: തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം? സമാധാനിപ്പിക്കാം. എന്നാൽ ഇന്നത്തെ ലോകജനത നോക്കുന്നത് വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ എങ്ങനെ വേദനിപ്പിക്കാം എന്നാണ്. എന്നാൽ നമ്മുടെ രക്ഷിതാവായ കർത്താവായ യേശുക്രിസ്തു ഈ 2 സ്ത്രീകളോടും സ്നേഹം കാണിച്ചതുപോലെ നമ്മളും മറ്റുള്ളവരോട് സ്നേഹം കാണിക്കുവാനാണ് കർത്താവ് നമ്മോട് പറയുന്നത്. അടുത്തതായിട്ട് ഇതിന്റെ ഒരു 2-ാമത്തെ ഭാഗം നമ്മോട് പറയുന്നത് ഇങ്ങനെയാണ്: നാക്കിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിനിങ്ങനെ പറയുന്നു: അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. ഇവിടെ നമ്മുടെ നാക്കിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നാക്കിന്
നമ്മളുടെ നാക്കുകൊണ്ട് എന്ത് വേണമെങ്കിലും പറയാം എന്ന ഒരു ചിന്താഗതിയാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം നമ്മോട് ഇങ്ങനെ പറയുന്നു: ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ. നമ്മുടെ വാക്കുകൾ കൊണ്ട് ഒരു മനുഷ്യനെ നമ്മൾക്ക് സ്നേഹിതരുമാക്കാം, ശത്രുക്കളുമാക്കി മാറ്റാം. ഇവിടെ ദൈവത്തിന്റെ ഹിതം നമ്മളിൽ നിറവേറണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് ശാന്തതയോടെ സൗമ്യതയോടെ ഇടപെട്ട് അവർക്ക് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സ്നേഹം അവരിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയാണ് നാക്ക് നമുക്ക് തന്നിരിക്കുന്നത്. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ നാക്ക് ഓരോരുത്തരോടും നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ. പലപ്പോഴും നമ്മളുടെ നാക്കിന് നിയന്ത്രിക്കാൻ സാധിക്കാതെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കർത്താവ് യേശുക്രിസ്തു പറയുകയാണ്, നമ്മളുടെ നാക്കിനെ എന്ത് ചെയ്യുക? നിയന്ത്രിച്ച് മറ്റുള്ളവരുമായിട്ട് സമാധാനത്തോടെ ഇടപെടുക. ഇവിടെ പറയുന്ന എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 29-ാം വാക്യം നമ്മോട് ഇങ്ങനെ പറയുന്നു: കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കതല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്നും പുറപ്പെടരുത്. ആകയാൽ നമ്മളുടെ നാക്കിനെ നിയന്ത്രിച്ച് നിർത്തി കർത്താവായ യേശു ക്രിസ്തുവിന്റെ രാജ്യത്തിലേക്ക് 1000 പ്രിയപ്പെട്ടവരെ എത്തിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്നുള്ള വാക്കുകളോടെ ഞാൻ എന്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ ദുർവാത്സല്യമായി സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പൊന്നു ദൈവമേ, പൊന്നുനാമത്തിനായി നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, ഇന്നീ സമയം അങ്ങയുടെ ഹിതപ്രകാരം അങ്ങടിയങ്ങൾക്ക് വേണ്ടി കേൾപ്പിച്ചു തന്ന തിരുവചനത്തിനായി നന്ദി അർപ്പിക്കുന്നു. അടിയങ്ങൾ കേട്ട തിരുവചനങ്ങളെ മാനിച്ചുകൊണ്ട് മുന്നോട്ടുള്ള സമയം ചിലവഴിപ്പാൻ അങ്ങ് സഹായിക്കണമേ. ദൈവമേ, അടിയങ്ങളുടെ നാക്കിനെ അങ്ങോട്ട് നിയന്ത്രിക്കണമേ എന്നടിയങ്ങൾ അപേക്ഷിക്കുന്നു. കൃപ കൂടെ ഉണ്ടായിരിക്കണം. എല്ലാം യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ അടിയങ്ങൾ യാചിക്കുന്നു. കൃപയുടെ കേട്ട് ഉത്തരം അരുളുമാറാകണമേ പൊന്നു ദൈവമേ. ആമേൻ.